Political Grand Finale. Co-presented by Berger Paints. 100 Years of Trust. Educational Partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. मैं ये कहूंगा अभी मोदी जी कहीं भाषण कर रहे होंगे, चल रहा है, क्या बोल रहे भाई? देखो चलने दो, उनकी गाड़ी 4 तारीख तक चलेगी। 4 तारीख को पेट्रोल बंद होगा, तब उनकी गाड़ी भी बंद होगी। और इस बार वो अधिकार में आने वाले नहीं है। सोनिया गांधी, जवाहरलाल नेहरू, इंदिरा गांधी, ओडिशा को चाहने वाले लोग एक तरफ, मोदी जी जैसे लोग ओडिशा को बदनाम करने वाले, द्वेष करने वाले, मदद नहीं करने वाले लोग एक तरफ है। इसलिए आपको होशियार रहना चाहिए। अगर हम ओडिशा में 50% जीतेंगे तो देश में हम हुकूमत जरूर करेंगे, ये मैं आपसे कहना। देखो बीजेपी को अगर नहीं हराएंगे लोकतंत्र खतरे में होगा। अगर संविधान और लोकतंत्र दोनों खतरे में है, तुम्हारा भविष्य खतरे में है। इसीलिए उनको हटाना जरूरी है। मोदी हटाओ, मोदी हटाओ, ये जरूरी है संविधान बचाने के लिए, ये जरूरी है लोकतंत्र बचाने के लिए। और एक तरफ देश में गरीबी बढ़ रही है, इतना बढ़ रही है लोग तंग आ गए, लोग परेशान हैं। और दूसरी तरफ नौजवानों को नौकरी नहीं मिल रही, नौजवान परेशान है। पढ़ लिख के, एमए करके, बीए करके, इंजीनियरिंग करके, डॉक्टरी करके वो परेशान होके फिर रहा है। लेकिन मोदी जी को इसकी फिक्र नहीं, इसको एक ही फिक्र है, सत्ता में कैसे ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസമാണ് ഖർഗെയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറയുന്നത് ജൂൺ 4 കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തൊഴിൽ രഹിതരായി മാറുമെന്നും അവരുടെ വണ്ടി അതോടുകൂടി ഈ NDA വണ്ടി, ഈ ഭരണത്തിന്റെ വണ്ടി അതോടുകൂടി പൂർണ്ണമായും പെട്രോൾ ഇല്ലാതെ നിൽക്കും, അവിടെ ഇനി ഒരു മോദി ഭരണം, ഒരു BJP ഭരണം വരില്ല എന്നും. എന്താണ് ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെയാണ് ഈ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസം നമ്മൾ കണ്ടത് ഇത്തവണ NDA മുന്നണിയിലാണ്. 400 പാർ എന്ന വലിയൊരു ലക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇത്തവണ അത്രയധികം സീറ്റുകൾ നേടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. പക്ഷേ രണ്ടാം ഘട്ടം മുതൽ ലാംഗ്വേജ് മാറുന്നു. വികസനം എന്ന അജണ്ട മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ NDA പിന്നീട് അവിടെ നിന്ന് അവരുടെ പതിവ് ശൈലിയിലുള്ള പ്രചാരണത്തിലേക്ക് നീങ്ങുന്നു. അവിടെ ആത്മവിശ്വാസത്തിന്റെ കുറവാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണി പതിയെ തുടങ്ങി അവസാന ഘട്ടം എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം, സർക്കാർ രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളിലേക്ക് അവസാന ഘട്ടം കടക്കും മുൻപ് തന്നെ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഇല്ലേ? ഇത് ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഓൺലൈൻ എഡിറ്റർ ചന്ദ്രകാന്തുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ചന്ദ്രകാന്ത് പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ ആദ്യം തന്നെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറയുകയാണ് 400 കടക്കും എന്നുള്ളത്. അപ്പോൾ 400 കടക്കും എന്ന് പറഞ്ഞാൽ BJP-ക്കാർക്കടക്കം അറിയാം 400 കടന്നൊരു വിജയം എന്നുള്ളത് ഇന്ത്യയിൽ ഏത് സാഹചര്യത്തിലായാലും ഏറെക്കുറെ അസാധ്യമാണ്, അല്ലെങ്കിൽ അത്യത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കണം. പക്ഷേ 400 കടക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ആളുകൾ എന്തായിരിക്കും പറയുക? 400 കടക്കില്ല, 400 ഒന്നും കടക്കില്ല, ചിലപ്പോൾ ഒരു 300 കടന്നേക്കാം, അല്ലെങ്കിൽ അവർ ഭരണത്തിൽ വന്നേക്കാം. ഈ അധികമായ ആത്മവിശ്വാസം പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വികാരമുണ്ട്, അവർ ജയിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെല്ലാം ഉണ്ടായിരുന്ന എന്താണ്? BJP ഉറപ്പായും അധികാരത്തിലേക്ക് വരും
NDA മുന്നണി തന്നെയാണ് വരുന്നത്, ഇന്ത്യ മുന്നണിക്ക് യാതൊരു സാധ്യതകളുമില്ല എന്നായിരുന്നു. അത് ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, ഏകദേശം ദക്ഷിണേന്ത്യയുടെയൊക്കെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ആവേശം വരുന്നതും ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് വരുന്നു എന്ന രീതിയിലേക്ക് പ്രചരണങ്ങൾ വരുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതോടുകൂടി കെജ്രിവാൾ ഇതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു മുൻപന്തിയിലേക്ക് എത്തുന്നു. കെജ്രിവാൾ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ അവസാന ഘട്ടം എത്തുമ്പോൾ ഈ തുടക്കത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്, ഈ ഒന്നാം ഘട്ടത്തിന് മുമ്പ് പറയേണ്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എന്തായാലും അത്തരമൊരു ആത്മവിശ്വാസത്തിലേക്ക് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ എത്തിയിരിക്കുന്നു. ഇന്ന് ലാലു പ്രസാദ് യാദവും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു, ഇന്ത്യയിൽ കാറ്റ് മാറി വീശുകയാണ്, ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരികയാണെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ അവർക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്. അവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിയും. ഈ 1-ാം തീയതി തന്നെ അവർ യോഗം ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. ആരായിരിക്കണം പ്രധാനമന്ത്രി, എങ്ങനെയായിരിക്കണം ഭരണത്തിന്റെ സംവിധാനം രൂപപ്പെടുത്തേണ്ടത്, ഇതെല്ലാം വളരെ മുൻകൂട്ടി തന്നെ അവർ തീരുമാനിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ പോകുന്നു എന്നതിനർത്ഥം അവർക്ക് ഒരു കണക്കൂട്ടലുണ്ട്. ആ കണക്കൂട്ടൽ ശരിയാവണം എന്നില്ല, പക്ഷേ അവരുടെ കണക്കിൽ ജയിക്കും എന്നുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ ഒറ്റയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് വരാൻ കഴിയും എന്നുള്ള കണക്കാണ് നിലവിൽ അവരുടെ മുന്നിലുള്ളത്. കിരൺ, ഇവിടെ ഇപ്പോൾ വലിയ ആത്മവിശ്വാസം BJP പുലർത്തുകയാണ്. അവർ 400 പാർ പറയുന്നു. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേവ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് ഈ 6 ഘട്ടങ്ങളിലായി ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് അതിൽ ജനങ്ങളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മോദി വേവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് 400 കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല എന്ന കണക്കുകൾ നോക്കി നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപ് അറിയാം, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് 404 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പറ്റുന്ന സാഹചര്യം. അങ്ങനെ ഏതെങ്കിലും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ രാജ്യത്തില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്കറിയാം പുൽവാമ പോലെ ഒരു വിഷയമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ NDA പറയുന്ന അവരുടെ ആത്മവിശ്വാസം, അതിന് സാധ്യമായ ഒരു സാഹചര്യവും രാജ്യത്തില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്തില്ല. അതുപോലെ തന്നെയാണ് ഇന്ത്യ മുന്നണി ഈ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വേവ് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ തരംഗമുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റമെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകണമല്ലോ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ 6 ഘട്ടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വോട്ട് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്ന് ഇത്രയധികം ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി പുലർത്തുന്ന തരത്തിൽ എന്തെങ്കിലും ഈ 6 ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു? രേണുക, ഇതിനകത്ത് പ്രധാനമായുമുള്ളൊരു വിഷയം ഇതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴികെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി BJPക്കോ NDAക്കോ എന്നതിനോ അപ്പുറത്തേക്ക് മോദി തരംഗം ഇന്ത്യയിൽ ആകമാനമുണ്ടായിരുന്നു. അന്ന് വലിയ തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത് BJP ആണ്. കോൺഗ്രസിന്റെ സ്ഥിതി അമ്പേ ദുർബലമായിരുന്നു. കോൺഗ്രസ് അപ്പോഴും ആ ഒരു ദൗർബല്യം തിരിച്ചറിയാനോ അങ്ങനെ ഒരു സഖ്യത്തിനൊന്നും അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു മോദിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. ഈ 2024 അവസ്ഥ അങ്ങനെയല്ല. 2024 സംബന്ധിച്ചിടത്തോളം ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് കണക്കുകളോ ഏത് വിലയിരുത്തലുകളോ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം ഇന്ത്യയിൽ ഉണ്ടായതായി തെളിവുകളൊന്നുമില്ല. ഇനി അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പാണ്. പലപ്പോഴും അത്യത്ഭുതങ്ങളൊക്കെ അപൂർവം ചില തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ NDAക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമില്ല എന്ന് മാത്രമല്ല, NDA വിജയിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം എങ്ങനെയാണ്, ഇപ്പോൾ 2004 തെരഞ്ഞെടുപ്പായാലും 2014 തെരഞ്ഞെടുപ്പായാലും 19 തെരഞ്ഞെടുപ്പായാലും പരിശോധിച്ചാൽ ദേശീയ വിഷയങ്ങളായിരുന്നു മുഖ്യ ചർച്ചയിലേക്ക് വന്നിരുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ രേണുക പറഞ്ഞതുപോലെ പുൽവാമ അടക്കമുള്ള ദേശീയ വിഷയങ്ങൾ വെച്ചാൽ നേരിട്ട് ആളുകളെ ബാധിക്കാത്ത എന്നാൽ ദേശീയ തലത്തിൽ വൈകാരികമായ ഒരു വിസ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു വൈകാരിക അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ഇത്തവണയും BJP അത്തരം ദേശീയ വിഷയങ്ങളും ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ ഈ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന അവസ്ഥയിലേക്ക് ഹിന്ദു മുസ്ലിം എന്നൊക്കെ തന്നെ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറെ ബഡ്ജറ്റ് ഇവരുണ്ടാക്കും, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് അയോധ്യയിലെ ക്ഷേത്രം തകർക്കും. ഇതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏതൊരു നേതാവും ഒരു രാഷ്ട്രീയ നേതാവും ഉത്തരവാദിത്തമുള്ള ഒരാളും പറയരുതാത്ത തരത്തിലേക്ക് അത്തരം പ്രചരണത്തിലേക്ക് അടക്കം പോകുന്നു. ആ പോകുന്നതിൻ്റെ അർത്ഥം തന്നെ BJPയെ സംബന്ധിച്ച് അത്തരം ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ആശങ്കയ്ക്ക് മുമ്പ് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടവരായിരുന്നു ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ. പക്ഷെ അവർ ഈ അവസാന നിമിഷമാണ് അവർക്ക് ബോധ്യപ്പെട്ടത് ഇന്ത്യയിൽ തങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ BJPക്ക് ഞങ്ങളങ്ങ് പരാജയപ്പെടാൻ പോവുകയല്ല, ഞങ്ങൾ പൂർണ്ണമായും വാഷ് ഔട്ടായി പോകുന്ന ഒരു അവസ്ഥയില്ല, ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അവർ ഒരു ചില കണക്കുകൾ
കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ. നമ്മൾ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറയാം 2004 ആവർത്തനം ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്കായോ എന്ന് നോക്കിയാൽ ഒരു പരിധിവരെ സഖ്യം ഒരു പരിധി ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആർക്കാണ് എപ്പോഴും ഗുണമുണ്ടാകുന്നത്? ദേശീയ തലത്തിലുള്ള ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും BJPക്കും അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനും അവർ കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടാക്കിയെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവർക്കാണ് കൂടുതൽ ഇത്തരത്തിലേക്ക് അനുകൂലമായ ഒരു മോഡി ശക്തനായ ഒരു നേതാവാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ അതിശക്തമായി സംസാരിക്കാൻ കഴിയുന്ന നേതാവാണ്, ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കാൻ കഴിയുന്ന നേതാവാണ്. അത്തരത്തിലേക്ക് ഒരു പ്രതിച്ഛായോ അത്തരത്തിൽ ചർച്ചകളോ വന്നു കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമാവും. പക്ഷേ ഇത്തവണ എന്താണ് വന്നത്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം നരേന്ദ്രമോദി ഭരണം ഉണ്ടാകുന്നു. ആ ഭരണത്തിന് കീഴിൽ അവർക്ക് ഗ്യാസിന് വില കുറഞ്ഞോ, പെട്രോളിന് വില കുറഞ്ഞോ, അവന് മേടിക്കേണ്ട അവശ്യ സാധനങ്ങൾക്ക് വില കുറഞ്ഞോ, കൂടുതൽ തൊഴിലവസരങ്ങൾ 2 കോടി പേർക്ക് തൊഴിലവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 വർഷം കൊണ്ട് 20 കോടി പേർക്ക് തൊഴിലവസരം കിട്ടണം. അങ്ങനെ തൊഴിലവസരങ്ങൾ ഉണ്ടായോ? അങ്ങനെ ഒരു കാര്യമായ നേട്ടം സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. എന്നാൽ ദേശീയ വിഷയങ്ങൾ ചർച്ചയിലേക്കും വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം പ്രാദേശിക കക്ഷികളൊക്കെയും തന്നെ പല സ്ഥലങ്ങളിലും ശക്തമായ രീതിയിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നുള്ളത് ഇതെല്ലാം കൂടിയാണ്. ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞപ്പോൾ BJP അവർക്ക് വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള തിരിച്ചുവരവ് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടങ്ങളിൽ നടന്ന പല സർവേകളും സൂചിപ്പിച്ചത് രാമക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ വോട്ടെടുപ്പിൽ അവരുടെ പ്രധാന വിഷയങ്ങളായി കാണുന്നത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് എന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനുശേഷം അതുപോലെയുള്ള ഒരു സമീപനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടങ്ങളിലും പ്രതിഫലിക്കുന്നു. അപ്പോഴാണ് തങ്ങളുടെ കണക്കുകൂട്ടലുകൾ കുറച്ച് കടന്നുപോയോ, ആത്മവിശ്വാസം കുറച്ച് കൂടിപ്പോയോ എന്ന ഒരു ബോധം NDA ക്യാമ്പിന് ഉണ്ടാകുന്നതും അവർ പതിവ് സ്ട്രാറ്റജിയിലേക്ക് നീങ്ങുന്നതും. കിരൺ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ എന്ത് എന്നത് സൂചിപ്പിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള ഇടങ്ങളുണ്ട്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്, വലിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഭരിക്കുന്നത് BJP ആണ്. അവിടെ അതിനെതിരായ സംസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന ഭരണവിരുദ്ധമായ വികാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂല ഘടകമായി വരാം. വലിയ ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങൾ പ്രാധാന്യത്തോടെ കാണുന്നു, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വരുന്നു, അവർക്ക് സാധ്യതകളെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നു. അതിനപ്പുറം ഓരോ സ്റ്റേറ്റിലും എന്തൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനം എന്നത് നമുക്ക് നോക്കാം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കണക്കാണ് പ്രധാനം, ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ BJP പറയുന്നു ഞങ്ങളിവിടെ 5 സീറ്റ് നേടും. അപ്പോൾ കേരളത്തിലെ ആളുകൾക്കെല്ലാം അറിയാം 5 സീറ്റ് നേടാനുള്ള BJPക്ക് അങ്ങനെ ഒരു ശേഷി കേരളത്തിലില്ല. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഒരു 99% ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേറ്റായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ പരമാവധി ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റുകൾ വരെ നേടാം, BJP മുന്നണിക്ക് എത്ര സീറ്റുകൾ വരെ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ പ്രേക്ഷകരോട് പറയുകയാണ്, ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു കണക്കെടുത്തുകൊണ്ടോ അതിന് ഒരു ഉത്തരം വെക്കുന്നതല്ല. ഇന്ത്യ മുന്നണി എന്താണ് പരമാവധി ഒരു സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകൾ ഈ ചർച്ചകൾ കാണുമ്പോൾ പോലും പലരും സംശയിക്കും. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ അവർ നമ്മൾ ചില സിനിമ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടാണ്, ആ തോൽക്കും വരെ ആത്മവിശ്വാസം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണിയിലെ തന്നെ പല നേതാക്കളുടെയും ട്രോളുകൾ പോലും വരുന്നത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തുണ്ടോ? 400 പറഞ്ഞവർക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തല്ലേ എന്ന സംശയങ്ങൾ ഉണ്ടാകാം. അവിടെയാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ അല്ലെ അവർ കാണുന്ന സാധ്യതകൾ എന്ത് എന്നത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വലിയ സംസ്ഥാനം മുതലെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം 80 സീറ്റുകളുള്ളത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഇത്തവണ മത്സരിക്കുന്നത് കോൺഗ്രസ് SP സഖ്യമാണ്. SP കോൺഗ്രസ് എന്ന് പറയും. SP ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. കോൺഗ്രസ് രണ്ടാമത്തെ പാർട്ടിയായി നിൽക്കുന്നു. അങ്ങനെ SP-യും കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ മത്സരിക്കുന്നു. BJP അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. മായാവതി കഴിഞ്ഞ തവണ 10 സീറ്റ് മായാവതിയും SP-യും കൂടി സഖ്യത്തിലായിരുന്നപ്പോൾ 10 സീറ്റ് ലോക്സഭാ സീറ്റ് നേടിയ പാർട്ടിയാണ് BSP. ആ BSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പക്ഷേ BSPയെ സംബന്ധിച്ചിടത്തോളം BSPക്ക് ഒരു ദളിത് വോട്ട് ബാങ്ക് ഒക്കെ പണ്ട് 21%, 23% വരെ വോട്ടൊക്കെ നേടിയ പാർട്ടിയാണ്. എല്ലാ കാലത്തും 10-18% ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അത് 10-12% കുറഞ്ഞു. വീണ്ടും വോട്ടിംഗ് ശതമാനത്തിലേക്ക് നിശ്ചയ ശതമാനം ഇപ്പോഴും ഉണ്ട്. പക്ഷേ BSP അങ്ങനെ മായാവതിയോ BSPയോ അങ്ങനെ ദേശീയ തലത്തിൽ എവിടെയും ഒരു അഗ്രസീവായ റോൾ എടുക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു മുന്നണിയിൽ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ പാർട്ടി തന്നെ ഏകദേശം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എഴുതി തള്ളാനാവില്ല എന്ന് പറയുമ്പോൾ പോലും ഉത്തർപ്രദേശിലെ ഒരു പ്രധാന മുന്നണിയിൽ നിന്നുകൊണ്ട് നയിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല മായാവതി നിന്നുകൊണ്ട് നയിക്കുകയും ചെയ്തിരുന്നത്.
അവിടെ ഈ പ്രധാനമായും ഈ ഇന്ത്യ മുന്നണി കാണുന്നത് ഈ യോഗി ആദിത്യനാഥിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട്, 7 വർഷത്തെ ഭരണത്തിന്റെ വികാരമുണ്ട് എന്ന് മാത്രമല്ല അവിടേക്കാണ് ഈ OBC രാഷ്ട്രീയമെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ അത്തരം രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഈ ജാതി സമവാക്യങ്ങളുടെ രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുകയും ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സംസ്ഥാനമാണ് UP എന്ന് ആലോചിക്കണം. നമ്മൾ അയോധ്യ UPയിലാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ അയോധ്യ ഉണ്ടാക്കുന്ന വികാരം ഒരു കാലഘട്ടത്തിലും ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതുകൂടി ആലോചിക്കണം. ഉത്തർപ്രദേശുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വൈകാര്യത UP മറ്റൊരു സംസ്ഥാനക്കാരന് തോന്നുന്നത്രത്തോളം വൈകാര്യത അയോധ്യയുമായി ബന്ധപ്പെട്ട എതിർ മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയായിട്ട് അടക്കമുള്ളതാണ്. പക്ഷേ കിരൺ, BJP 62 സീറ്റ് 80-ൽ നേടിയയിടത്ത് ഇത്തവണ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള അനുകൂലമായ ഘടകങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന ഇടത്ത് ആണ് നമ്മൾ ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കണ്ടെത്തേണ്ടത്, അവരുടെ പ്രതീക്ഷകളെ വിശകലനം ചെയ്യേണ്ടത്. അല്ല, ഇത് നമ്മൾ കണ്ടെത്തുന്നതല്ല. ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി കണ്ടെത്തുന്ന പ്രതീക്ഷകളാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ പ്രതീക്ഷ വെക്കാൻ നമ്മൾ ആ കണക്ക് ഒരു തീരെ ലോജിക്കൽ അല്ലെങ്കിലാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ ഇത്തവണ അവിടെ UPയിൽ കാണുന്ന 25 മുതൽ 40 സീറ്റ് വരെ എന്നുള്ളതാണ്. 40 സീറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അസാധ്യമാണോ എന്നൊക്കെ തോന്നാം. പക്ഷെ 62 സീറ്റിൽ നിന്ന് 40 സീറ്റൊക്കെ 22 സീറ്റ് കുറഞ്ഞാൽ മതി. അവിടെ SP സംബന്ധിച്ചിടത്തോളം SP ഇപ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഗാസിപ്പൂർ മുതൽ ഗാസിയാബാദ് മുതൽ ഗാസിപ്പൂർ വരെ എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ മേഖല മുതൽ ഈസ്റ്റേൺ മേഖല വരെ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 6 ഘട്ടങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് പറഞ്ഞത് ഏറ്റവും വലിയ ലാർജസ്റ്റ് പാർട്ടിയാകും SP എന്നതാണ്. ആത്മവിശ്വാസം ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ അഖിലേഷ് യാദവിന് ഉണ്ട് എന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ എല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നൽകുന്ന ഒരു വിവരമാണ്. അദ്ദേഹം ഈ ദളിതരുടെ പീച്ചേവാലയുടെ പിന്നെ ഇവരെ ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം മുഴുവൻ നടന്നത്. അതിനകത്ത് പ്രധാനമായും വരുന്നൊരു വിഷയം, SP അധികാരത്തിലേറുന്ന സമയത്തെല്ലാം SP-യെ സംബന്ധിച്ചിടത്തോളം SP-ക്ക് അവിടുത്തെ OBC വോട്ട് ബാങ്ക് ഏറ്റവും നിർണായകം അവിടുത്തെ OBC വോട്ട് ബാങ്കാണ്. OBC വോട്ട് ബാങ്ക് പ്ലസ് മുസ്ലിം വോട്ട് ബാങ്ക് ആയിരുന്നു SP-യെ സംബന്ധിച്ച് ഏറ്റവും എല്ലാ കാലത്തും. SP-യെ ഒറ്റയ്ക്ക് അധികാരത്തിലേറിയ മുലായം സിംഗ് യാദവ് ആയാലും അഖിലേഷ് യാദവ് ആയാലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെല്ലാം SP-യെ ഒറ്റയ്ക്ക് UP പോലെ ഒരു വലിയ സംസ്ഥാനത്തെ അധികാരത്തിൽ എത്തിച്ചത് ഈ വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കിനകത്ത് ഇപ്പോഴും ഈ വോട്ട് ബാങ്കിൽ അങ്ങനെ ഇടയ്ക്ക് ചില ഇടിവുകളൊക്കെ ഉണ്ടായി. ഒരു ഹിന്ദു ഐക്യം ഒക്കെ വന്നപ്പോഴേക്കും അവിടത്തേക്ക് OBC വോട്ട് ബാങ്കും അപ്പർ കാസ്റ്റും എല്ലാം ചേർന്ന് BJPക്ക് വോട്ടിന്റെ ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ OBC വോട്ട് ബാങ്കുകൾ BJPയിൽ നിന്ന് ഒരു പരിധിവരെ അകലുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ OBC രാഷ്ട്രീയം അതിശക്തമായ രീതിയിലേക്ക് ഉയരുന്നു. അത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൃത്യമായി അവർ നടത്തിയിട്ടുണ്ട്. സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്ത് ഇടാനും ആ ഒരു അജണ്ടയിലേക്ക് മറ്റു പാർട്ടികളെ കൊണ്ടുവരാനും കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം മറ്റുള്ളവരുടെ അജണ്ടയിലേക്ക് ഇവർ പോകുന്നതിനപ്പുറം ഇവരൊരു അജണ്ട സെറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജിയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു അല്പം എഡ്ജ് നൽകുന്നതാണ്. അവിടുത്തെ ഒരു വിഷയം ഈ അയോധ്യ എന്ന് പറയുന്നത് എത്രയോ കാലമായി അവർ കേൾക്കുന്നൊരു വിഷയമാണ്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ അയോധ്യ ചർച്ചയാവുകയും ചർച്ച അല്ലാതാവുകയും ഒക്കെ ചെയ്ത് അയോധ്യ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ BSP ഭരിച്ചിട്ടുണ്ട്, SP ഭരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടുത്തെ അവിടെ ഈ പറയുന്നത് പോലെ OBC വോട്ട് ബാങ്ക് പ്ലസ് മുസ്ലിം വോട്ട് ബാങ്ക് പ്ലസ് ഇപ്പോൾ ഇവർ ആലോചിക്കുന്നത് ഈ മായാവതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ദളിത് വോട്ട് ബാങ്ക് ഉണ്ട്. ഈ ദളിത് വോട്ട് ബാങ്കിനെ കൂടി ആ ദളിത് വോട്ട് ബാങ്കിനെ കൂടി ഒരു പരിധിവരെ ആ ദളിത് വോട്ട് ബാങ്കിനെ കൂടി ഈ SP-യുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എത്ര നിസ്സാരമാണെന്ന് പറഞ്ഞാലും UP-യെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു 2009 19 സീറ്റുകൾ നേടിയ സംസ്ഥാനമാണ് കോൺഗ്രസ്. നാലോക്കണം UP-യിലെ വോട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന് UP-യിലെ 80 സീറ്റുകളിലും സാന്നിധ്യമുണ്ട്. 80 സീറ്റുകളിലും ഒരു നല്ല സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചയ ശതമാനം വോട്ട് പിടിക്കാനുള്ള ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അത് ജയത്തിലേക്ക് എത്തിക്കാൻ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 6.4% കുറയുമ്പോഴും ഞാനത് നേരത്തെ പറഞ്ഞത് കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലായാലും 1 2 1 ലക്ഷത്തിനോ മേളിൽ വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല. 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്.
കോൺഗ്രസിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. കഴിഞ്ഞ തവണയെങ്കിൽ 3 സ്ഥാനാർത്ഥികൾ, SP BSP സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ ഒരു സ്ഥാനാർത്ഥി. ഈ 3 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഏത് ഇപ്പൊ കേരളത്തിലായാലും എങ്ങനെയാണ് നോക്കുന്നത്? രണ്ട് സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അപ്പോൾ മൂന്നാമത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആളുകൾ കൂടി ഈ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക്, അല്ലെങ്കിൽ ഈ രണ്ടിൽ ആരെയാണ് കൂടുതൽ പ്രിയം, അല്ലെങ്കിൽ ആരോടാണ് കൂടുതൽ വിരോധം, അവർക്കെതിരായി നിൽക്കുന്ന സ്ഥലത്തേക്ക് വോട്ട് പോകും. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും അങ്ങനെ പോയതാണ്. ഇത് തിരിച്ചു പിടിക്കുന്നു. പ്ലസ് OBC വോട്ട് ബാങ്ക്, പ്ലസ് മുസ്ലിം വോട്ട് ബാങ്ക്, പ്ലസ് ഈ മായാവതിയിൽ നിന്ന് വരുന്ന ദളിത് വോട്ട് ബാങ്ക്. ഇതെല്ലാം ഒരു 10, 20, 21% വരുന്ന ദളിത് വോട്ട് ബാങ്ക് ഉണ്ടെന്ന് ആലോചിക്കണം. അവിടെ OBCയുടെ ശതമാനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പകുതി എങ്കിലും സീറ്റുകൾ UPA സ്വന്തമാക്കണമെങ്കിൽ, അല്ല, ഇന്ത്യ മുന്നണിക്ക് സ്വന്തമാക്കണമെങ്കിൽ 2009 UPA നേടിയ ആ നിലയിലേക്ക് പോകണം. 22ഉം 20ഉം എന്ന നിലയിലേക്കെങ്കിലും എത്തണം. പക്ഷേ അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടോ എന്നത് വലിയ സംശയമല്ലേ. ഇവിടെ ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറഞ്ഞാൽ രാഹുൽ അഖിലേഷ് കോംബോയാണ്. അവർ രണ്ടുപേരും അതായത് തുടക്കം മുതൽ തന്നെ ആ ഒരു ഒത്തൊരുമ തെരഞ്ഞെടുപ്പിൽ ആകെ കണ്ടു. ആ ഒരു ഫീല് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. UPയിൽ അഖിലേഷും രാഹുലും ഒരുമിച്ചെത്തിയ വേദിയിലാണ് വലിയ തിക്കും തിരക്കും, വലിയ അവർക്ക് യോഗം അവസാനിപ്പിച്ച് പോകേണ്ടി വരെ വരുന്ന സാഹചര്യം. അപ്പോൾ നല്ല കോംബോയാണ്, നല്ല രീതിയിലുള്ളൊരു പരീക്ഷണമാണ്. അത് വിജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു തലത്തിലെങ്കിലും ഫലം കണ്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അവിടെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും 2009 സാഹചര്യം ഉണ്ടാകുമോ? നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. UPയുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ UPയിൽ ചിലപ്പോൾ വലിയ കാറ്റടിച്ച് ഒരുമിച്ച് ഒരു പാർട്ടിക്ക് അധികാരത്തിലേറാനും, BJP വളരെ നേരത്തെ തന്നെ അധികാരത്തിൽ വന്നിട്ടുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് തിരിച്ച് BSP വരുന്നു, അതിനുശേഷം SP അധികാരത്തിലേക്ക് വരുന്നു, അതിനുശേഷം ആണ് BJP വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു തിരിച്ചൊരു കാറ്റുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇവർ കണക്ക് കൂട്ടുന്നത് ഇപ്പോഴും 40 സീറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കാറ്റുണ്ടായാൽ പോലും അതൊരു ന്യായമായ സീറ്റാണ്. 25 മുതൽ 40 സീറ്റ് വരെ എന്നാണ് പറയുന്നത്. BJPക്കെതിരായ ഒരു തരംഗം, അല്ലെങ്കിൽ ഒരു നേരിയ തരംഗമെങ്കിലും അവിടെ UPയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ 25 മുതൽ കഴിഞ്ഞ മോദി തരംഗം ഏറ്റവും കൂടുതൽ ശക്തമായി വീശിയടിച്ച സമയത്ത് പോലും ഉത്തർപ്രദേശ് പോലെ ഏറ്റവും ശക്തമായ സംസ്ഥാനത്ത് കഴിഞ്ഞ അവിടെ 15 സീറ്റുകൾ, 10 സീറ്റ് BSPക്കും 5 സീറ്റ് SPക്കും ലഭിച്ചാണെന്ന് ആലോചിക്കണം. അവിടെ നിന്ന് അവർക്ക് ഒരു പരിധിവരെയെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ 25-40 എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രാപ്യമായ ഒന്നല്ല. ഇനി മറിച്ച് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ പറയുന്നതിൽ ഒരു ലോജിക്കുണ്ട്. ശരി, എന്തായാലും നമുക്കൊരു ഇടവേള ആവശ്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സാഹചര്യം എന്ത് എന്നത് കൂടി പരിശോധിക്കണം. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ VC 490987. ഇതേ നമ്പറിലെ മറ്റ് 5 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കുന്നു. ആകെ 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അടുത്തതായി വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 2ാം സമ്മാനം നറുക്കെടുക്കുന്നു. 1 കോടി രൂപയാണ് 2ാം സമ്മാനത്തുക. 1 കോടി രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ആകെ 6 കോടി രൂപയാണ് 2ാം സമ്മാനത്തുക. ആദ്യമായി VA സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി പാർവതി അയ്യമ്മനോട് അഭ്യർത്ഥിക്കുന്നു. VA സീരീസിന് സമ്മാനാർഹമായ നമ്പർ VA 205272. VA 205272. VB സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് നറുക്കെടുത്ത നമ്പർ VB 986812. ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് മെഷീനിന്റെ സംവിധാനം അനുസരിച്ച് 9,99,999 വരെയുള്ള നമ്പറുകൾ നറുക്കെടുക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി 7,99,999 വരെയുള്ള ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് സമ്മാനാർഹമായ നമ്പർ VB 429992. VB 429992. VC സീരീസ് നറുക്കെടുക്കുന്നു.
ബസ്സമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു. VC സീരീസിന് സമ്മാനാർഹമായ നമ്പർ VC 523085. VC 523085. VD സീരീസ് നറുക്കെടുക്കുന്നു. ബസ്സമർത്തുവാനായി ശ്രീമതി ശ്യാമ S പ്രഭയോട് അഭ്യർത്ഥിക്കുന്നു. VD സീരീസിന് സമ്മാനാർഹമായ നമ്പർ VD 154182. VD 154182. VE സീരീസ് നറുക്കെടുക്കുന്നു. ബസ്സമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു. VE സീരീസിന് സമ്മാനാർഹമായ നമ്പർ VE 565485. VE 565485. VG സീരീസ് നറുക്കെടുക്കുന്നു. ബസ്സമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VG സീരീസിന് സമ്മാനാർഹമായ നമ്പർ VG 654490. VG 654490. അടുത്തതായി പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ തിരയുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള യുപിയിൽ 20 മുതൽ 25 മുതൽ 40 വരെ നേടാൻ കഴിയും എന്നതാണ് കിരൺ ബാബുവിന്റെ പ്രവചനം. എന്റെ പ്രവചനമല്ല, ഇന്ത്യ മുന്നണിയുടെ കണക്കുകളാണ്. ഇന്ത്യ മുന്നണി കണക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായ കണക്കുകളുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയും കോൺഗ്രസിനും അടക്കം അവർ കണക്ക് കൂട്ടുന്നത് അത്രത്തോളം സീറ്റുകൾ നേടാം എന്നുള്ളതാണ്. 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ എന്താകും സാഹചര്യം? അവിടെ ഇപ്പോൾ പാർട്ടി പിളർത്തി നേട്ടമുണ്ടാക്കാം എന്നൊക്കെയുള്ള NDAയുടെ ശ്രമങ്ങൾ, അതിൽ അണികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകുമ്പോൾ പുറത്തു വരുന്നത്. അവരുടെ പ്രാദേശികമായിട്ടുള്ള ഐഡിയോളജിയിലൊക്കെയുള്ള പാർട്ടികളെ തകർത്ത് BJP നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിച്ച ഒരിടം കൂടിയാണ്. 48-ൽ എത്ര ഇന്ത്യ മുന്നണിക്ക് അവകാശപ്പെടാം, പ്രതീക്ഷിക്കാം? ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരീക്ഷണശാല കൂടിയാണ് ഈ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട 4 പാർട്ടികളാണ് മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ഒരു മുന്നണിയിൽ നിന്നത് NCP കോൺഗ്രസ് ആണ്, മറുമുന്നണിയിൽ നിന്നത് ശിവസേനയും BJPയുമാണ്. അതിനകത്ത് NCPയും ശിവസേനയുമായിരുന്നു പ്രധാനപ്പെട്ട 2 മഹാരാഷ്ട്രയിലെ പാർട്ടികൾ. ദേശീയ പാർട്ടികളായ കോൺഗ്രസ് ആയാലും BJP ആയാലും ക്ഷമിക്കണം, അവിടെ അവർക്കൊപ്പം നിന്ന പ്രധാന പാർട്ടികളാണ്. പിന്നീട് ഈ 2 പാർട്ടികളും മഹാരാഷ്ട്രയിൽ 2 പാർട്ടികളും താരതമ്യേന അവരുടെ ശക്തി ക്ഷയിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. ദേശീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അല്ല BJP വലിയ രീതിയിലേക്ക് അവിടെ വളരുന്ന അവസ്ഥ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് BJPയും ശിവസേനയും ഒപ്പം മത്സരിക്കുകയും ഉദ്ധവ് താക്കറെ ആ പക്ഷത്ത് നിന്ന് മാറി മറുപക്ഷത്തേക്ക് വരികയും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് നേരെ കോൺഗ്രസും NCPയും അവർക്ക് പിന്തുണ കൊടുക്കുന്നു. ഇതിന് പ്രതികാരം എന്നതുകൊണ്ട് BJP ചെയ്തത് ആദ്യം അവർ ശിവസേനയെ നെടുകെ പിളർത്തിയതല്ല, പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ പിളർത്തി മറുഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ ഷിൻഡെ മുഖ്യമന്ത്രിയാക്കുന്നു. അതിനുശേഷം അവർ NCPയെ പിളർത്തി ശരത് പവാറിന്റെ മരുമകനെ തന്നെ പിളർത്തി മറുഭാഗത്ത് കൊണ്ടുവരുന്നു. അതോടുകൂടി ഈ മഹാരാഷ്ട്രയിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, മഹാരാഷ്ട്രയിൽ നേതാക്കന്മാർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള 2 നേതാക്കൾ, ശരത് പവാറിന്റെ പാർട്ടിയും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും. ഇതിൽ ആർക്കാണ് കൂടുതൽ ശക്തി? ഈ 2 നേതാക്കൾക്ക് തന്നെയാണോ ശക്തി, അതോ അവരിൽ നിന്ന് പിരിഞ്ഞുപോയ ഏക്നാഥ് ഷിൻഡെയുടെ ആളുകൾക്കാണോ ഉദ്ധവ് താക്കറെക്കാണോ കൂടുതൽ ശക്തി, അജിത് പവാറിനാണോ ശരത് പവാറിനാണോ ശക്തി എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ശക്തി പ്രകടനമാണ് നടക്കുന്നത്. മരുമകനാണോ, അങ്കിളിനാണോ, അങ്ങനെയുള്ള ഇതെല്ലാം നടക്കുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം, ഈ മഹാരാഷ്ട്രീയരുടെ ഒരു മറാത്തക്കാർക്ക് ഒരു മറാത്ത വികാരമുണ്ട്.
ഈ മറാത്ത വികാരത്തെ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ചിരുന്ന രണ്ട് പ്രധാന നേതാക്കളാണ് ഈ പറയുന്നത് പോലെ ശരത് പവാർ ആയാലും ഉദ്ധവ് താക്കറെ ആയാലും. അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു താഴെ തട്ടിൽ അവർക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്നും അവർക്ക് വേണ്ടി ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരാളുകൾ മറുകണ്ഠം ചാടിയതിലുള്ള അമർഷമുണ്ടെന്നും ഒക്കെ അത്ര പല വിലയിരുത്തലുകളുണ്ട്. ഇതിനെ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വേവായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിജയമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 20 മുതൽ 48 സീറ്റുകളുള്ളിടത്ത് 20 മുതൽ 40 സീറ്റ് വരെ വലിയൊരു വിജയത്തിലേക്ക് അടക്കം പ്രവചനം അസാധ്യമാണ്. അതിൽ കോൺഗ്രസിന്റെ അടക്കം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു വേവ് പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. ശരത് പവാർ അനുകൂലമായ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായ ഒരു വേവ് പോലും ഉണ്ടാക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുന്നണിക്ക് 4 സീറ്റ് മാത്രമാണ് ബിജെപി കൊടുത്തിട്ട് 40 സീറ്റിലേക്ക് വരെ വരാം. എങ്ങനെ തിരിച്ചടി ഉണ്ടായാലും ഇനി ഒരു തിരിച്ചടിയാണ് ഇവർക്ക് ഉണ്ടാകുന്നതെങ്കിൽ പോലും 20 സീറ്റ് എന്തായാലും ഉറപ്പിച്ച് കിട്ടും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങൾ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടിയ സീറ്റുകളുടെ അളവ് നോക്കിയാൽ ഒരു പക്ഷേ 40 അതിന് മുകളിലോ ഒക്കെ ഷുവർ ആയിട്ട് ഇന്ത്യ മുന്നണിക്ക് ഉറപ്പുണ്ടായിരുന്ന ഘട്ടത്തിലാണ് ബിജെപി അവരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഈ പാർട്ടികളെ പിളർത്തി അത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ പോലും അവരെ സംബന്ധിച്ച് ലാഭം തന്നെയായിരിക്കും ഒരു പക്ഷേ ഉണ്ടാകാൻ പോവുക. പ്രധാനമായി NCPയുടെ നേതൃത്വമാരും ശരത് പവാർ ആയാലും കണക്കൂട്ടുന്നത് ഇതാണ്. ഈ ശരത് പവാറിന്റെ പാർട്ടി പിളർത്ത് പോയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വൈകാരിക അവസ്ഥ ഈ വൈകിയ പ്രായത്തിൽ ശരത് പവാറിന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് ശരത് പവാറിനെ പോലെ ഒരു നേതാവിനെ വഞ്ചിച്ചു അല്ലെങ്കിൽ ശരത് പവാറിനെ പോലെ ഒരു നേതാവിനെ അപമാനിച്ചു. ആ തരത്തിലേക്ക് അദ്ദേഹത്തെ അവമാനിച്ചുകൂടേണ്ട നേതാവല്ല എന്നൊരു വികാരം പിളർത്തിയല്ലേ NCP ഉണ്ടാകുന്നത്. അത് അങ്ങനെയൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉയരുമ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെ NCP ഉണ്ടായി എന്ന കാര്യമാണ് ചോദിക്കുന്നത്. നേരത്തെ എങ്ങനെയാണ് പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവർ ഇതിനെ അതിനകത്തൊരു തന്ത്രപരമായ കാര്യം കൂടെ ആയിരിക്കണം. NCP ഉണ്ടായ എന്ന് പറയുമ്പോൾ ശരത് പവാറിനെ പോലെ മഹാരാഷ്ട്രയിലെ നന്നേ ചെറുപ്പം മുതൽ തന്നെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി നിൽക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വ വിഷയം പറഞ്ഞുകൊണ്ടാണ് ശരത് പവാറും സാഗ്മയെല്ലാം അടക്കമുള്ളവർ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്, NCP രൂപീകരിക്കുന്നത്. പക്ഷേ NCP രൂപീകരിച്ച ശേഷം പവാർ എന്താണ് ചെയ്തത്? കോൺഗ്രസിനെതിരെ നിൽക്കുകയല്ല, കോൺഗ്രസുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. പവാർ വളരെ തന്ത്രപൂർവ്വമാണ്. കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ മാറുന്നു, പക്ഷേ കോൺഗ്രസിനെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ സ്വന്തം പോക്കറ്റിൽ നിർത്താൻ വേണ്ടിയുള്ള വളരെ തന്ത്രപരമാണ്. സാധാരണ ഏത് പാർട്ടിയും പിളർന്നു പോയി കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് എവിടെ നിന്ന് പിളർന്നോ അവർക്കെതിരായ ചേരിയിലേക്ക് പോകുക. പാർട്ടികളെ സംബന്ധിച്ചും ചിഹ്നം ഉൾപ്പെടെയുള്ളവ തുലാസിൽ അവർക്ക് തിരിച്ചടിയാണ് എങ്കിൽ പോലും ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന ഒരു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടാകുന്നത്. കിരൺ, നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം മാധ്യമപ്രവർത്തകൻ ജോർജ് കളിവയലിൽ കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് കളിവയലിൽ, ഇന്ത്യ മുന്നണി ജൂൺ 1 യോഗം ചേരുകയാണ്. സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി ഒരു യോഗം ചേരുന്നു എന്ന് കണ്ടാൽ മതി. എങ്കിൽ പോലും അജണ്ട സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം എന്നതാണ് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് പരിശോധിക്കുന്നത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ സാധ്യതകളെ വിലയിരുത്തുന്നത്? ഞാനിപ്പോ കിരൺ ബാബു പറഞ്ഞ കാര്യങ്ങളോട് കൂടുതൽ യോജിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മളവിടെ ഇന്ത്യ മുന്നണി ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു പ്രതീക്ഷയുടെ പക്കത്താണ് നിൽക്കുന്നത്. മോഡിയുടെ പ്രഭാവം മങ്ങുന്നതായിട്ടും ഒരു തരംഗം ഏതായാലും കാണാനില്ല. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലൂടെയും വിശദമായി നടന്ന ഒരാളാണ്. അപ്പൊ കഴിഞ്ഞ 2014-ലും 2019-ലും മോഡിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു തരംഗം ഇന്ന് കാണാൻ. എന്ന് മാത്രമല്ല, ഗ്രാമങ്ങളിൽ, അത് ഗുജറാത്തിൽ പോലും ഞാൻ കണ്ടു, UP കണ്ടു, ഹരിയാനയിൽ കണ്ടു, ഡൽഹിയിൽ കാണാൻ കഴിയും. ഗ്രാമങ്ങളില് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ, അത് ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ ഒരു വികാരം ഉണ്ട്. അത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഒക്കെ സമ്മാനിച്ച പ്രശ്നങ്ങളാണ്. അവരുടെ ജീവിതം കൂടുതൽ ദുരിതമയമാക്കിയിരിക്കുന്നു. അവർ പറയുന്നത്, ഞാൻ പ്രത്യേകിച്ച് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം അവർ പറയുന്നു BJP ഇവിടെ ജയിക്കും, കാരണം അവിടെ കോൺഗ്രസ് കാര്യമായിട്ടില്ല. നോർത്തേൺ ഗുജറാത്തിലെ ഏതാനും സീറ്റുകളിൽ മാത്രമേ മത്സരം നടക്കുന്നുള്ളൂ. ഒരു 10 സീറ്റിൽ മത്സരമുണ്ട്. ബാക്കി 28 സീറ്റിൽ ഭൂരിപക്ഷം സീറ്റിലും മത്സരം പോലും നടക്കുന്നില്ല. എങ്കിലും അവിടുത്തെ സാധാരണ വോട്ടർമാർ എന്നോട് പറഞ്ഞത്, ഇവിടെ പണക്കാർ വീണ്ടും പണക്കാരായിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് 1000 കോടി ഉണ്ടായിരുന്ന 10-25
പണക്കാരും സമ്പന്നരുണ്ടായിരുന്നെങ്കിൽ, അതിസമ്പന്നരുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 10 1000 ആയിരിക്കും. ഈ 1000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഗുജറാത്തികളുടെ എണ്ണം വലിയ തോതിൽ കൂടിയിരിക്കുന്നു. പക്ഷെ സാധാരണക്കാർ ഹൈവേകൾ വന്നിരിക്കുന്നു. പക്ഷെ ഹൈവേകൾ വന്നുകൊണ്ട് സാധാരണക്കാരന്റെ പട്ടിണി മാറും. ഈ പ്രശ്നമാണ്. ഇത് യു പിയിൽ നല്ലപോലെ കാണാൻ കഴിയും. അപ്പൊ ഇത് എവിടെയോ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയുടെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, അഡാനിയും അംബാനിയും മോഡിയുടെ അടുത്ത ആൾക്കാരെ നയിക്കുന്ന ചാനലുകളും സർവേകൾ എടുത്തിരുന്നു. എക്സിറ്റ് പോൾ സർവേകൾ എടുത്ത് അത് പുറത്തുവിടുന്നില്ലെന്ന് മാത്രമേ. പുറത്തുവിടണമെങ്കിൽ 1-ാം തീയതി വരെ കാത്തിരിക്കും. പക്ഷേ ഈ സർവേകളിലൊക്കെ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം പിന്നീട് ഉണ്ടായിരുന്ന പ്രചരണത്തിന് വലിയ മാറ്റം ഉണ്ടായി. പെട്ടെന്ന് മുസ്ലിം വിരോധവും പാകിസ്ഥാൻ കാര്യങ്ങളും കോൺഗ്രസ് നിങ്ങളുടെ കെട്ടുതാലി വരെ എടുത്തുകൊണ്ട് പോകും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ ഒരു പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലേക്ക് ശ്രീ നരേന്ദ്രമോദി പല പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും തെറ്റായ രീതിയിലും അഴിച്ചുവിട്ടു. പലതും വർഗീയ ധ്രുവീകരണം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതൊരു പേടിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതിലൂടെയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ വലിയ സംസ്ഥാനങ്ങളിലെ പലതിലും BJP പരമാവധി സീറ്റുകൾ നൽകിയിരുന്നു. കാരണം യു പി, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഏതാണ്ട് BJPയുടെ ഒരു വൻ വിജയമാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഒരു ലഹരി നമുക്ക് കാണാം. അതിൽ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, പല സംസ്ഥാനങ്ങളിലും, ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെ ഏതാണ്ട് കോൺഗ്രസ് വട്ടപൂജ്യമായ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയിരുന്നില്ല. പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിൽ, അവിടെ യു പിയില്, മഹാരാഷ്ട്രയില്, ബീഹാറില്, മധ്യപ്രദേശില്, കർണാടകയില്, ഒഡീഷ, ശ്രീ ജോർജ് കള്ളിവേൽ, ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ എന്തായാലും കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തോളം ഇന്ത്യയിലെ ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെ പല സംസ്ഥാനങ്ങളിൽ പോയി സഞ്ചരിക്കുകയും അവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ കാണുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ യു പിയിൽ യഥാർത്ഥത്തിൽ അവർ 25 മുതൽ 40 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ 20 മുതൽ 40 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ബംഗാളിൽ 20 മുതൽ 40 സീറ്റ് വരും. ബംഗാളിൽ ഏകദേശം മുഴുവൻ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ അതിൽ മമതാ ബാനർജിയുടെ സീറ്റുകളാണ്. അങ്ങനെ വരുന്നു. ബീഹാറിൽ 20 മുതൽ 35 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്ന്. ഈ കണക്കുകൾ ഇത്തിരി കടന്ന കണക്കാണോ, അതോ അങ്ങനെ ഒരു സാധ്യതയ്ക്കുള്ള അന്തരീക്ഷം ഈ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ? അതായത് ഒരു മോഡി വിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അത് നമുക്കറിയാൻ കഴിയില്ല ഒരാൾക്കും. നമുക്കറിയാം, ഇത്തരം തരംഗങ്ങള് ഗ്രാമീണ ജനതയ്ക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ ഇത്തരം ഒരു തരംഗം ഉണ്ടെങ്കിൽ അത് അറിയാൻ കഴിയില്ല. അങ്ങനെ അറിയാവുന്ന ഒരു പ്രതിഫലനം കാണാം. പക്ഷെ ഒരു മോദി വിരുദ്ധ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് അതൃപ്തിയുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് കാണുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനം, അതാ മുമ്പിലേക്ക് വന്നത്. അതായത് കോൺഗ്രസ് BJP മുഴുവൻ സീറ്റുകളും ജയിച്ച സംസ്ഥാനങ്ങളിൽ അവരുടെ സീറ്റുകൾ കുറയും. പ്രത്യേകിച്ച് കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, തെലങ്കാന, ഹരിയാന, ഡൽഹി, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി UP വരെ BJPക്കും NDAക്കും 1 മുതൽ 15ഉം 20ഉം വരെ സീറ്റുകൾ കുറയാം. ചിലപ്പോൾ 2 സീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 5 സീറ്റ് ആയിരിക്കാം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കുറയുമ്പോൾ ഇതിന് ബദൽ കിട്ടാൻ ഒരിടവുമില്ല. BJP പോലും പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് പറയുന്നത് ഒഡീഷയിലും ഒഡീഷയിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലുമാണ്. ആകെ 3 സംസ്ഥാനങ്ങളിലാണ് BJP സീറ്റ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 3ഇടത്തും കൂടണം നിർബന്ധമില്ല. ഒഡീഷയിൽ കൂടാതിരിക്കാം. ആന്ധ്രാപ്രദേശിലും തന്നെയാണ് സ്ഥിതി. ബംഗാളില് ഇപ്പൊ BJPക്ക് 18 MP-മാരുണ്ട്. ആ 18 MP-മാരെന്ന് പറയുന്നത് ഇനി കുറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എങ്കിലും അവിടെയുള്ള ഏക പ്രതീക്ഷ മമതയ്ക്കെതിരെ ഒരു വികാരവും കൂടി അവിടെയുണ്ട്. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, പിണറായി വിജയനെതിരെ അല്ലെ LDF സർക്കാരിനെതിരെ ഒരു ജനവികാരം വളർത്തുന്നതിൽ പൊതുവായി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വികാരം അവിടെയും. അവിടെ പക്ഷേ പ്രത്യേകിച്ച് അവിടെ നമുക്കറിയാം CPM-ഉം കോൺഗ്രസും ഒരു പക്ഷത്ത്, BJP ഒരു പക്ഷത്ത്, നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പൊ അവിടെ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകളുടെ ഒരു ഭിന്നിപ്പും കാണാൻ കഴിയും. എങ്കിൽ പോലും അവിടെ ഇന്ത്യ സഖ്യത്തിനും തൃണമൂലിനും സീറ്റ് കൂടിയാൽ അത്ഭുതപ്പെടാൻ. അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. BJPക്ക് സീറ്റുകൾ എല്ലായിടത്തും കുറയും. മുഴുവൻ സാച്ചുറേഷൻ എത്തിയിരുന്നു പല സംസ്ഥാനങ്ങളിലും മുഴുവൻ. അവിടെ പോലും അവർക്ക് 303 ഇതെല്ലാം കൂടെ കൂടി കിട്ടിയുള്ളൂ. ഇനി സഖ്യകക്ഷികളെ കാര്യമായിട്ട് കിട്ടാനില്ല. പണ്ടത്തെ പോലെ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ കഴിയുന്ന അവിടെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഈ
ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു കണക്ക് അനുസരിച്ചാണെങ്കിൽ അവരുടെ ഒരു മാക്സിമം സീറ്റിന്റെ കണക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് 300 മേളിൽ സീറ്റുകൾ പോകാം. അതൊക്കെ ഒരു പരമാവധി സീറ്റാണ്. എന്നുവെച്ചാൽ അവർക്ക് നേടാൻ കഴിയുന്നതിൽ ഏറ്റവും പരമാവധി സീറ്റുകളാണ്. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു 200-225 ഈ മാർക്കിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. കുറെ കൂടി ലോജിക്കലായി തോന്നുന്ന ഒരു പ്രതീക്ഷ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് BJPക്ക് സ്വന്തം നിലയിൽ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ഇന്ത്യ മുന്നണിക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിക്കായാലും BJPക്കായാലും മറ്റു പാർട്ടികളുടെ സഹായത്തോട് പുറത്തു നിൽക്കുന്ന 2-3 പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. ഒറീസയിൽ നിന്നുള്ള BJD ഉണ്ട്, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് YSRCP ഉണ്ട്, പിന്നീട് ഇവർ തെലങ്കാനയിൽ നിന്ന് BRS ഉണ്ട്. ഈ 3 പ്രധാനപ്പെട്ട പാർട്ടികൾ എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് അവിടെ ഇന്ത്യ മുന്നണിക്കാണോ അതോ സ്വാഭാവികമായും BJPക്കായിരിക്കുമോ ഒരു ഭരണം രൂപീകരിക്കാൻ, സർക്കാർ രൂപീകരിക്കാനുള്ള കൂടുതൽ സാധ്യത തെളിയുക? ഇവിടെ നമുക്കറിയാം BRS കുറച്ചുകൂടെ പുറകോട്ട് പോകും. YSR കോൺഗ്രസിനും ഒരു തിരിച്ചടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ ചെറിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത. കാരണം BJPയും TDPയും ചേർന്നുള്ള മുന്നണി അവിടെ കുറച്ച് കൂടുതൽ സീറ്റുകൾ പിടിച്ചേക്കാം. പിന്നെ ഉള്ളത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ പോലും BJDക്ക് സീറ്റ് കുറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇവര് ഈ പാർട്ടികളെ സംബന്ധിച്ചോളം ആര് ഭരിക്കുന്നു എന്നതിനനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ YSR കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാണ്. കാരണം TDPയുമായി BJP മുൻകൂട്ടി ധാരണയിലുണ്ട്. അപ്പൊ TDPയും YSR കോൺഗ്രസും തമ്മിൽ ഒരൈക്യത്തിൽ പോകുക അത്ര എളുപ്പമല്ല. കാരണം അവിടുത്തെ രാഷ്ട്രീയം അതാണെന്ന് കിരൺ ബാബുവിന് നല്ലപോലെ മനസ്സിലാവും. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരേന്ത്യയില് കിരൺ ബാബുവിന് അടുക്കം അറിയാമല്ലോ, എത്രയോ കാലം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോയി. അവിടെ പത്രപ്രവർത്തകർ, മുതിർന്ന പത്രപ്രവർത്തകർ, കൃത്യമായ ഒരു പക്ഷമില്ലാത്തവര് നമ്മളെ 2 പക്ഷത്തും ഇപ്പൊ 275 കാണാൻ കഴിയുന്നു. അതായത് NDAയ്ക്കും 275 തികയുന്നില്ല, ഇന്ത്യ സഖ്യത്തിന് തികയുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സഖ്യത്തിന് തികയും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്ക് തൂക്കുസഭ വരാതിരിക്കാം. അപ്പൊ നമുക്കറിയാമല്ലോ ഈ സാധ്യതകൾ ഇത്തവണ അത്ര പ്രവചനാതീതമാണ്. ഒരു തരംഗമില്ല. എവിടെയോ ഒരു ശ്രീ ജോർജ് ഇപ്പോ പ്രവചനാതീതമായ ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ 6 ഘട്ടങ്ങളിലും കണ്ടത്. ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നതും അതുതന്നെയാണ്. പക്ഷേ ഈ പ്രശാന്ത് കിഷോറൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതുപോലെ ഒരല്പം മുൻപ് തന്നെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എങ്കിൽ സാഹചര്യം മറ്റൊന്നായിരുന്നേനെ എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ആ വാക്കുകൾ കുറച്ചുകൂടി പ്രസക്തമാവുകയാണോ? ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടോ? കുറച്ചു മുന്നോടിയായി മുന്നണി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റ് അവർക്ക് ഉറപ്പാക്കാനും കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനും കഴിയുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെ കണക്കുകൾ എടുക്കുന്നവരോ തീരുമാനിക്കുന്നവരോ അല്ല രാഷ്ട്രീയം പോകുന്നത്. രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഡൽഹിയിൽ നിന്ന് കാണുന്ന ദേശീയ രാഷ്ട്രീയത്തെ അടുത്തറിയുന്നത് കൊണ്ട് പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നത് ഇവർ നേരത്തെ യോജിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഐക്യം ഉണ്ടാവില്ല. ഇവിടെ ഇന്ത്യ സഖ്യം അതിന്റെ അനിവാര്യതയിലേക്ക് വന്നപ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാം, പഴയ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളാണ് പലതും. ഒരു തരത്തിൽ യോജിക്കാനാവാത്ത പാർട്ടി. ഇപ്പൊ ഡൽഹിയിൽ നടത്താൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ യോജിക്കാനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടി. പക്ഷെ അവർ പെട്ടെന്ന് യോജിക്കും. അവിടെയാണ് ഈ അവസാന നിമിഷത്തിലേക്ക് വന്നതുകൊണ്ട് വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് EDയും CBIയും ഈ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ തുടങ്ങിയതോടെ, അത് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്തെ റദ്ദാക്കിയത് മുതൽ പ്രധാനപ്പെട്ട നേതാക്കളെ, കേജ്രിവാളിനെ പോലെ നേതാവിനെ എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നിടം വരെ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷത്തിന് ഇമ്മീഡിയറ്റ് ആയി യോജിക്കേണ്ട ഒരു ആവശ്യം വരികയും ഈ ആവശ്യത്തെ കുറിച്ച് അവർക്ക് ബോധ്യം വരികയും ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് തീരുമാനം പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ലതാണ്. വളരെ കാലങ്ങളായി ഇവർ കഴിഞ്ഞ 2-3 കൊല്ലമായി പലതവണ പാർലമെന്റിലെ നമ്മുടെ കാർഗയുടെ മുറിയിൽ കഴിഞ്ഞ ഗവൺമെന്റ് വന്ന അന്ന് മുതൽ തന്നെ ഏതാണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം നടന്നിരുന്നു. പക്ഷെ അന്നൊന്നും ഇതുപോലൊരു മുന്നണിയിലേക്ക് പോകാനുള്ള യോജിപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും അവരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായി. ഈ ഐക്യമാണ് ബംഗാളിൽ എതിർക്കുമ്പോഴും ഡൽഹിയില് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു, അതായത് CPM-നോടൊപ്പം നിൽക്കുന്നു.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഇവർക്ക് നേരത്തെ അങ്ങ് ഐക്യത്തോടു കൂടി പൊയ്ക്കൂടായിരുന്നു. അങ്ങനെ ഐക്യത്തോട് പോയാൽ പല വിഷയങ്ങളും മുങ്ങി വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിനെ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് പരാതിക്കാരായ കോൺഗ്രസ്സുകാർ ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങി സമരം ചെയ്യുകയും അതിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ആണ് പലപ്പോഴും ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നത് പോലും. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇത്തരം വിശകലനത്തിന് വേണ്ടി ഞങ്ങൾക്കൊപ്പം ചേർന്ന ശ്രീ ജോർജ് കള്ളിവേലിന് പ്രത്യേക നന്ദി. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. ഭാഗ്യക്കുറിയുടെ മൂന്നാം സമ്മാനം നറുക്കെടുക്കുന്നു. മൂന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ആകെ 60 ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാന തുക. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനാർഹമായ VC 490987 എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഏജന്റായ ശ്രീ അനിൽകുമാർ, ഏജൻസി നമ്പർ A5444. ടിക്കറ്റ് വിറ്റഴിച്ച ഏജന്റിന് അഭിനന്ദനങ്ങൾ. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VC 490987. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ VC 490987. ഇതേ നമ്പറിലെ മറ്റ് 5 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കുന്നു. ആകെ 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അടുത്തതായി വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ രണ്ടാം സമ്മാനം നറുക്കെടുക്കുന്നു. 1 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. 1 കോടി രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ആകെ 6 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. ആദ്യമായി VA സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി പാർവതി അയ്യമ്മനോട് അഭ്യർത്ഥിക്കുന്നു. VA സീരീസിന് സമ്മാനാർഹമായ നമ്പർ VA 2. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ, അതിന്റെ അടിസ്ഥാനം എന്ത് എന്നതാണ് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പരിശോധിക്കുന്നത്. കിരൺ, ഇനിയുമുണ്ട് ബീഹാർ ഉൾപ്പെടെ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ, അവിടങ്ങളിലും പ്രതീക്ഷയാണ്. ബീഹാറിൽ ഒക്കെ ഇന്ത്യ മുന്നണി കുറച്ചുകൂടെ ചുരുക്കിയെടുക്കണമെന്ന് തോന്നുന്നു. ഏറ്റവും ഈ ഉത്തർപ്രദേശിലെ നമ്മൾ നേരത്തെ പറഞ്ഞ 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, 48 സീറ്റുള്ള മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ ബംഗാളിലാണ് 42 സീറ്റുള്ള. ബംഗാളിലെ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചാണെങ്കിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വരെയുള്ള സാഹചര്യം അനുസരിച്ചാണെങ്കിൽ മമതയ്ക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ സ്വാഭാവികമായും മമത വിരുദ്ധ വികാരവും അവിടെയുണ്ട്. മമതയുടെ വിരുദ്ധ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കാത്തത് മമതയ്ക്ക് ഒരു തരത്തിൽ ഗുണമാണ് എന്ന് കൂടി പറയേണ്ടി വരും. ബംഗാളിലെ വോട്ട് എന്ന് പറയുന്നത് മമതയ്ക്ക് അനുകൂലമായ വോട്ട്, മമതയ്ക്കെതിരായ വോട്ട്. മമതയ്ക്ക് അനുകൂലമായ വോട്ട് മമതയ്ക്ക് തന്നെ ലഭിക്കും. മമതയ്ക്കെതിരായ വോട്ടുകൾ ഒരു ഭാഗം BJP-യിലേക്ക് പോകുന്നു, മറ്റൊരു ഭാഗം CPM കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അതിന്റെ പ്രയോജനം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് മമതാ ബാനർജിക്കാണ്. അങ്ങനെ അതല്ല, ഏത് സാഹചര്യം വന്നാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെ 20 മുതൽ 40 സീറ്റ് വരെ ഒരു വലിയ മമതയ്ക്ക് അനുകൂലമായ തരംഗം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിനോ CPM-നോ ഏതോ 1-2 സീറ്റുകളൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുണ്ട്. കോൺഗ്രസ് എന്തായാലും ഒരു സീറ്റ് കിട്ടാനുള്ള ഉറപ്പായ സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ 20 മുതൽ 40 സീറ്റ്. മമത വലിയ മോദി വേവ് ഉള്ളപ്പോൾ പോലും മമത 18 സീറ്റ്, BJP-ക്ക് 18 സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയ മോദി വേവ് ഉള്ളപ്പോഴാണ്. അന്നേരം പോലും നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കണക്കിനേക്കാളും കുറഞ്ഞ കണക്കാണ് യഥാർത്ഥത്തിൽ ഇവർ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ 20 മുതൽ 40 സീറ്റ് വരെ എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തരത്തിൽ അസാധ്യമായ ഒരു കണക്കല്ല. ബംഗാളിലെ കണക്ക് അങ്ങനെ വരുന്നു. പിന്നെ മറ്റൊന്ന് ബീഹാർ മാറി ചിന്തിച്ച ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് അപ്പോൾ പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് ബീഹാറാണ്. ബീഹാർ കഴിഞ്ഞ തവണ BJP സമ്പൂർണ്ണ വിജയം നേടിയ, NDA സമ്പൂർണ്ണ വിജയം നേടിയ ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് ആലോചിക്കണം. ആ ബീഹാറിലാണ് നിതീഷിനെ പിളർത്തിയതാണ് NDAക്ക് ആത്മവിശ്വാസം നൽകുന്നത്. നിതീഷ് കൂടി അപ്പുറത്തായിരുന്നെങ്കിൽ ബീഹാറിൽ BJP-ക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ സീറ്റുകൾ നേടാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുന്നത് RJD-യും കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം ചേർന്നാണ്. മറുഭാഗത്ത് പ്രധാനമായി നിൽക്കുന്നത് BJP-യും
നിതീഷ് കുമാറുമാണ്. BJP നിതീഷ് കുമാർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നിതീഷ് 5 തവണയാണ് അദ്ദേഹം ഈ മുന്നണി മാറിക്കളിച്ചതെന്ന് ആലോചിക്കണം. ഏറ്റവും അവസാനം വരെ ഇന്ത്യ മുന്നണിയുടെ ചാമ്പ്യനായി നിൽക്കുകയും അതിന്റെ മുന്നണിയിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കൊക്കെ ആളുകൾ പേര് പറയുകയും ഒക്കെ ചെയ്ത സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം മുന്നണി മാറുന്നത്. ഉണ്ടാക്കി ഭരണം പിടിക്കുന്നു, അതിനുശേഷം ഇന്ത്യ മുന്നണിക്ക് തറക്കല്ലിടുന്നു. ഇതിന് അദ്ദേഹം പലതവണ മുന്നണി മാറിയിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ മുന്നണി അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം പ്രതിച്ഛായ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൊണ്ട് ഈ മുന്നണി മാറ്റത്തെയൊക്കെ മറികടക്കാൻ കഴിയുമായിരുന്നു. ഇത്തവണ അത് എത്രത്തോളം കഴിയും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ RJD വളരെ ശക്തമായി തന്നെ വികാരം മുഴുവൻ ഉൾക്കൊള്ളേണ്ടുന്ന തരത്തിലേക്ക് നിതീഷ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ബീഹാറിലെ ഇപ്പോൾ നേതാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലാലു പ്രസാദ് യാദവ് അല്ല, തേജസ്വി യാദവ് ആ തരത്തിലേക്ക് ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഉയരുന്നു. അവിടേക്ക് കോൺഗ്രസിന്റെ വോട്ടും അല്ലെങ്കിൽ മറ്റ് ചെറിയ ഇടതു പാർട്ടികളുടെയും നക്സലേറ്റ് പാർട്ടികളടക്കം അവർക്ക് 20 മുതൽ 40 വരെ എന്ന് പറയാം. കർണാടകയും കൂടി എടുത്താൽ കർണാടക മുഴുവൻ സീറ്റും കർണാടകയിലാണ് മറ്റേറ്റവും കൂടുതൽ പ്രതീക്ഷ. ദക്ഷിണേന്ത്യയിൽ ആകെ കഴിഞ്ഞ ഉണ്ടായിരുന്ന 130 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 30 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. ആ 30 സീറ്റുകളിൽ 28 സീറ്റുള്ള കർണാടകയിൽ നിന്നുള്ള 25+1 26 സീറ്റ്, അല്ലെങ്കിൽ 25 സീറ്റ് അത് BJPയുടെ മാത്രം സീറ്റായി നോക്കിയാൽ മറ്റൊന്ന് BJPയുടെ ഒപ്പം നിൽക്കുന്ന ആൾ തന്നെയാണ്. 26 സീറ്റ്. ആ സീറ്റ് നേടിയ കർണാടകയിൽ ഇത്തവണ നിൽക്കുന്നത് കോൺഗ്രസ് എന്ന് മാത്രമല്ല കോൺഗ്രസ് ഭരണത്തിൽ അവിടുത്തെ പ്രത്യേകത സിദ്ധരാമയ്യ DK ശിവകുമാർ തമ്മിൽ വലിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭരണം തുടങ്ങിയ ശേഷം അവർ തമ്മിലുള്ള ഏതെങ്കിലും തർക്കത്തിന്റെ വാർത്തകൾ അങ്ങനെ ഒരു സംഭവം പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ തർക്കം ഉണ്ടായാലും ഇല്ലെങ്കിലും അവരെന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ 5 വാഗ്ദാനങ്ങൾ നൽകിയെങ്കിൽ 5 വാഗ്ദാനങ്ങളും ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ പാലിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സർക്കാരിനെതിരായ ഒരു വികാരം ഇല്ല. ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചപ്പോൾ അതിന്റെ ഒരു മോഡൽ പോലും ആയിരിക്കുന്നത് കർണാടക സംസ്ഥാനം. തമിഴ്നാട്ടിലെ 39 സീറ്റ് കൂടി നോക്കണം. മോദി ഏറ്റവും കൂടുതൽ തവണ വന്നുപോയ ഒരു സംസ്ഥാനം കൂടിയാണ്. 15 മുതൽ 25 എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു കണക്ക്. എത്ര തിരിച്ചടി ഉണ്ടായാലും 15 സീറ്റ്, 28-ൽ 15 സീറ്റ്, അങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ തവണ 25 സീറ്റ് കിട്ടിയ BJPക്ക് കയ്യിൽ നിന്നാണ് ഇപ്രാവശ്യം എത്ര തിരിച്ചടി ഉണ്ടായാലും 15 സീറ്റ് എന്നുള്ളൊരു കണക്കിലേക്ക് കോൺഗ്രസ് വരുന്നത്. കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളുടെ ഏറ്റവും കുറഞ്ഞ സീറ്റ്, അവർ കൂടിയ സീറ്റിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് 25-ലേക്കാണ് ഉയരുന്നത്. അത് അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പറയുന്ന പോലെ അവിടെയും പറയുന്നതിന് ഒരു ലോജിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം വന്നാൽ 20 വേണമെങ്കിൽ അല്ല, ഏത് നിലയിൽ നോക്കിയാലും 20. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും LDF ഓർ UDF രണ്ടായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഈ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 20 സീറ്റുകളും BJPയുടെ വലിയ പ്രതീക്ഷ വെച്ച് കണക്കെടുത്താൽ പോലും പരമാവധി പോയി കഴിഞ്ഞാൽ BJPക്ക് 2 സീറ്റായിരിക്കും ഏറ്റവും കൂടി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സീറ്റിലേക്ക് ഏതെങ്കിലും പ്രതീക്ഷ വെക്കാൻ തന്നെ ഇല്ല. ഇനി കുറച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അവരും അങ്ങനെ കുറച്ച് കണക്ക് കൂട്ടില്ല. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 18 മുതൽ 20 സീറ്റുകളുടെ സീറ്റ് കേരളത്തിൽ നിന്നും ഇവർക്ക് ലഭിക്കുമെന്നുള്ള കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രാജസ്ഥാനും മധ്യപ്രദേശുമാണ്. മധ്യപ്രദേശിൽ 29 സീറ്റുകളുണ്ട്. 29 സീറ്റുകളുള്ളപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2.5% മാത്രമായിരുന്നു. എന്ന് മാത്രമല്ല കോൺഗ്രസിന് അതിന് മുമ്പിൽ തവണ ലഭിച്ച വോട്ടിനേക്കാൾ 0.5% വോട്ട് കൂടുതൽ ലഭിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ അത്രത്തോളം വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം ചെറുത് മാത്രമാണ്. ഇതിൽ ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസിന് മറികടക്കാനായി കഴിഞ്ഞാൽ കോൺഗ്രസ് 5 മുതൽ 15 വരെ എന്നുള്ളത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തല്ല, ഇല്ലേ? ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും രാജ്യത്തുണ്ട് എന്നതാണ് അവരുടെ കണക്കുകൾ വരെ ഇവരുടെ പ്രതീക്ഷയുടെ അങ്ങേയറ്റം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ BJP നേരെ 400+ പറയുന്നത് അവർക്ക് അതിനെ പറയുന്നതിന്റെ അടിസ്ഥാനം 4 വരെ നമുക്ക് കൂട്ടലിനും കിഴിക്കലിനും ഒക്കെ അവസരമുണ്ട്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ സാഹചര്യങ്ങളുടെ അവലോകനം തുടരും. ഇന്ന് പൂർണ്ണമാകുന്നു ഇവിടെ. വളരെ നന്ദി. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya.